Sum of 10 consecutive odd numbers is 500. What is the sum of next 10 consecutive odd numbers? സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. മുമ്പ് ഈ ചോദ്യം നിങ്ങൾ കേട്ടതുമായിരിക്കും. ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക 500 ആകുന്നു. തുടർന്ന് വരുന്ന 10 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണെന്നാണ് ചോദ്യം. ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക 500 ആകുന്നു. തുടർന്ന് വരുന്ന 10 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാം. ആൻസർ ടൈപ്പ് ചെയ്യാം. ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക 500ഉം തുടർന്ന് വരുന്ന 10 ഒറ്റസംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ചോദ്യമാണെങ്കിൽ ചെറിയ ഒരു 4-3 സംഖ്യകൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഒറ്റസംഖ്യ 1 തന്നെ തുടങ്ങണമെന്നില്ലല്ലോ. സ്റ്റാർട്ടിങ് ഫ്രം 1 എന്ന് ഒരു കൊടുത്തിട്ടുമില്ല. 3 തുടങ്ങാം. 3 + 5 + 7 ഒരു 3 എടുത്ത് കൂട്ടി വെക്കുക. ഇത് 15 തുടർന്ന് വരുന്ന 9 + 11 + 13 കൂട്ടിയാൽ എത്ര എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. ആദ്യത്തെ 3 ഒറ്റസംഖ്യയുടെ തുക 15. തുടർന്ന് വരുന്ന 3 ഒറ്റസംഖ്യയുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഈ 3നെ സ്ക്വയർ ചെയ്യുക. 3 തന്നെങ്കിൽ 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 = 9. ഈ 9ന്റെ ഇരട്ടി എടുക്കുക. അത് 18. ഒന്നുകൂടി പറയാം. 3 തന്നെങ്കിൽ 3ന്റെ സ്ക്വയർ 9, 9ന്റെ ഇരട്ടി 18. ഈ 18 നിങ്ങൾ ഈ 15ന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. 15ഉം 18ഉം കൂടി കൂട്ടിയാൽ 33. ഇനി നിങ്ങൾ നോക്കൂ, 11ഉം 9ഉം 20ഉം 13ഉം കൂട്ടിയാൽ 33. അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. നിങ്ങൾ ഈ 10നെ സ്ക്വയർ ചെയ്യുക. 10ന്റെ സ്ക്വയർ 100. 100ന്റെ ഇരട്ടി എടുക്കുക. അത് 200. ഈ 200 ഈ തന്നിരിക്കുന്ന 500ന്റെ കൂടെ കൂട്ടിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. മലയാളവും പറയും, ഇംഗ്ലീഷും പറയും. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യും, മലയാളത്തിൽ പറയുകയും ചെയ്യും. The sum of 2 numbers is 24 and the product is 120. What is the sum of their reciprocals? ആ ചോദ്യം എന്ന് വായിച്ചേ ഫെർമിൻ ജോസ്. The sum of 2 numbers is 24 and the product is 120. What is the sum of their reciprocal? And what is the meaning of reciprocal? എന്താ ഈ റെസിപ്രോക്കലിന്റെ മലയാളം? തലതിരിഞ്ഞ സംഖ്യ. എന്നൊന്നും മലയാളത്തിൽ പറയില്ല. എല്ലാവർക്കും പറയാം, ആർക്കും പറയാം. എന്താ റെസിപ്രോക്കൽ എന്നതിന്റെ മലയാളം? അപ്പോ ഫെർമിൻ ജോസേ, ഇതാണ് അതിന്റെ മലയാളം. എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യ, ഫ്രാക്ഷൻ 3/4, അതിന്റെ റെസിപ്രോക്കൽ 4/3. ഇത് തല തിരിച്ച കിട്ടച്ചാൽ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഫെർമിൻ ജോസ്, 5 എന്ന സംഖ്യ മാത്രം ഞാൻ പരിഗണിച്ചാൽ what is the reciprocal? 1/5. 1/5 ആണ്. കാരണം 5 എന്ന് പറഞ്ഞാൽ 5/1. ആ 1 എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ വില 5 തന്നെയാണ്. അത് തലതിരിച്ചിട്ടാൽ ഇതുമാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം തികച്ചും വ്യത്യസ്തമാണല്ലോ. എന്താണ് ഇവിടുത്തെ ചോദ്യം?
സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് സംഖ്യകളുടെ തുക. രണ്ട് സംഖ്യകളുടെ തുക, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സംഖ്യ 10ഉം മറ്റേ രണ്ട് സംഖ്യ 2 ആണെന്ന് വിചാരിക്കുക. ഇവയുടെ തുക 12. ആൻഡ് പ്രൊഡക്റ്റ്, അവയുടെ ഗുണനഫലം 10നെ 2 കൊണ്ട് ഗുണിച്ചാൽ അത് 20 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ചില കുട്ടികൾ മൈക്കാട് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആരെയും ഓഫ് ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ അവിടുന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ, രണ്ട് സംഖ്യകളുടെ തുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളേ. രണ്ട് സംഖ്യകളുടെ തുക 10ഉം 2 ആണ് രണ്ട് സംഖ്യകൾ. അവയുടെ തുക 12. അവയുടെ ഗുണനഫലം 20. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 10ന്റെയും 2ന്റെയും റെസിപ്രോക്കലിന്റെ സം എത്രയാണ് എന്ന് പറഞ്ഞാൽ 10ന്റെ റെസിപ്രോക്കൽ 1/10 ആണ്. 2ന്റെ റെസിപ്രോക്കൽ 1/2 ആണ്. ഈ 1/10 1/2 കൂടി കൂട്ടിയാൽ ചോദ്യം. ആർക്ക് പറയും? അതാരാ പറഞ്ഞത്? ഈ 6/10 എന്ന് പറഞ്ഞാൽ എത്രയാ? ആരും വിട്ടതില്ലേ? 2/12. 2/12 അല്ലേ? 2/12. 2/12 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/6. 3/5. ശരി. 2/12. 1/10ഉം 1/20 രണ്ടും കൂടി തമ്മിൽ കൂട്ടിയാൽ എത്ര എന്നാണ് എന്റെ ചോദ്യം. അതാണ് നേരത്തെ ഒരു കുട്ടി 6/10 പറഞ്ഞത്. അത് ശരിയാണ്. അല്ലെങ്കിൽ 12/20 പറയാം. 12/20 ചുരുക്കിയിട്ട് 6/10 പറയാം. 6/10 വെട്ടിയിട്ട് 3/5 പറയാം. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഇവിടെ റെസിപ്രോക്കൽ മേലിൽ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. ആ ചോദ്യം ശ്രദ്ധിച്ചോളൂ. രണ്ട് സംഖ്യകളുടെ തുക 24ഉം അവയുടെ ഗുണനഫലം 120ഉമായാൽ അതിന്റെ റെസിപ്രോക്കലിന്റെ സമ്മ് കാണാൻ നിങ്ങൾക്ക് അതിന്റെ ആൻസർ എളുപ്പമാണ്. ഈ 24 മേലെ എഴുതുക, 120 താഴെ എഴുതിയാൽ മതി. 24/120 എത്രയാണ് മക്കളെ? ഇതൊന്ന് ചുരുക്കി നോക്കിയാൽ മതി. എപ്പോഴും ഇവിടെ തന്നെ ഉത്തരമുണ്ട് കേട്ടോ. 24 മേലെ എഴുതുക എന്ന് പറഞ്ഞാൽ സം ബൈ പ്രൊഡക്റ്റ് ആണ്. തുക ബൈ ഗുണനഫലമായിരിക്കും ആൻസർ. അപ്പം തുക ബൈ തുകയെ ഗുണനഫലം കൊണ്ട് ഹരിച്ചാൽ മതി. ആ തുക ഇവിടെ തന്നിട്ടുണ്ട്, ഗുണനഫലം പ്രൊഡക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുരുക്കി കഴിഞ്ഞാൽ 24 ഒരു പ്രാവശ്യം 20 എത്ര? 120 എത്ര? 24 എന്നാണ് ചോദ്യം. 5 ആണ്. 1/5 ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, രണ്ട് സംഖ്യകളുടെ തുക ഇത്ര, അവയുടെ ഗുണനഫലം ഇത്ര എന്ന് ചോദിച്ചാൽ അതിന്റെ റെസിപ്രോക്കലിന്റെ സമ്മ് കാണാൻ തന്നിരിക്കുന്ന സം ബൈ പ്രൊഡക്റ്റ് ആയിരിക്കും ഉത്തരം കിട്ടുക. എപ്പോഴും പരീക്ഷയ്ക്ക് വന്നാൽ അങ്ങനെ എഴുതി കൊടുത്താൽ മതി. 7th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് റെസിപ്രോക്കൽ പഠിക്കാനുണ്ട്. അവർക്ക് ആ ടെക്സ്റ്റ് ബുക്ക് നിർത്തി വെക്കാൻ അറിയാം ഏതൊക്കെ ടോപ്പിക്കാണ് അവർക്ക് പഠിക്കാനുള്ളത്. ഇതില് മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ ചോദിക്കണേ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഒന്നുകൂടി പറഞ്ഞു തരും. അതിനാണ് കോഹോസ്റ്റ് അവിടെ ഇരിക്കുന്നത്. യെസ്, മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അതാൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. യെസ്, ക്ലിയർ ആണ്. അപ്പൊ ക്ലിയർ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്ലിയർ ആവാത്ത കുട്ടികൾ അവിടെ എന്ത് ചെയ്യണം? പിന്നെ കമന്റ് ചെയ്താൽ മതി. മൈക്ക് മ്യൂട്ടാണ്ട് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്തിട്ട് ഞാന് 7th സ്റ്റാൻഡേർഡിലെ കുട്ടികളൊക്കെ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും അങ്ങ് ചോദിച്ചു പോവുകയാണ്. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ജനറൽ മാത്സ് ആയതുകൊണ്ട് 7th കുട്ടികളെയും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്ക് കൂടി സൗകര്യമാണ്. അതുകൊണ്ടാണ് ഈ ഫെർമിൻ ജോസ് ഈ റൂട്ട് 25 എന്ന് പറഞ്ഞ എന്താണോ ഉണ്ടാക്കുന്നത്? ആർക്കും പറയാം. റൂട്ട് 5ആണ്. കോഹോസ്റ്റ് ആയ കുട്ടി ആരെങ്കിലും ഒരാൾ ആരാധ്യ. റൂട്ട് 25 5അല്ലേ? അങ്ങനെയാണ് മോളെ. റൂട്ട് 25 ഉത്തരം എത്രയാണ്? 25ആണ്. അപ്പൊ ഒരു 25 എഴുതിയാൽ മതി നടത്തും. അപ്പൊ മോളെ ഈ റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. റൂട്ട് 100നെ റൂട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 100ആണ്. അപ്പൊ ഇതിലുള്ള 100 എഴുതിയാൽ മതി. അപ്പൊ ഫെർമിൻ ജോസ്, ഇതാ അടുത്ത ചോദ്യം വരുന്നു. റൂട്ട് 10 എത്രയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ റൂട്ട് 10നെ റൂട്ട് 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? റൂട്ട് 10. ശരി, നല്ല അതിശയം തന്നെയല്ലത്. ഇപ്പല്ലേ ആ കുട്ടി പറഞ്ഞത് റൂട്ട് 25നെ റൂട്ട് 25 കൊണ്ട് ഗുണിച്ചാൽ 25ആണെന്ന് ആ കുട്ടി പറഞ്ഞല്ലോ. പിന്നെ റൂട്ട് 10നെ റൂട്ട് 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 9. അതല്ലേ ഞങ്ങൾ കോഹോസ്റ്റ് ആക്കിയത്. നിങ്ങളത് മിണ്ടാതിരിക്കുകയാണ്. ശരി, ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. അടുത്ത ചോദ്യം ഇതിന് ആൻസർ നിങ്ങൾ പറയുന്നതിന് മതിയാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അതൊന്ന് തുടക്കട്ടത്. ഇതാ ചിത്രം വരച്ചോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്ക്വയർ വരയ്ക്കാം. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആ സ്ക്വയറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കളർ ചെയ്യാം. പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്താൽ മതി. എന്ത് രസമാണ് കാണാൻ. ഇതിനിടയിൽ കൂടി തന്നെ നേരൊരു വര വരച്ചു. ഇതിന്റെ മേലെ കൂടെ നേരൊരു വര. ചിത്രം കണ്ടുങ്ങൾ വരാനാകുന്നു വേണ്ട മക്കള്. വരച്ചു. റെഡിയായി. എന്തായാലും ഇങ്ങനെയാണ് അത് കിട്ടിയത്. ശരി, ഇത് ഈ ആംഗിൾ അളന്ന് നോക്കിയാൽ 90 ഡിഗ്രി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ 90 ഡിഗ്രി എഴുതുന്നില്ല. ഇങ്ങനെയാണ് സാധാരണ എഴുതാറ്. ഇത് കണ്ടാൽ മനസ്സിലായിക്കോളി. ഇത് പെർപെൻഡിക്കുലർ ആണ്, മാത്രമല്ല ഇത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി കുറച്ച് അളവുകൾ കൊടുക്കണം. അത്രയേ പണിയുള്ളൂ. ഇത് 3 സെന്റിമീറ്റർ ആണ് താഴത്ത്. ഇത് എവിടുന്നാണെന്ന് അറിയാം? ഇവിടുന്ന് ഇവിടം വരെയാണ് 3. ഇവിടുന്ന് ഇവിടം വരെ 3. മാത്രല്ല ഇത് നിങ്ങൾക്ക് 4 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് 3ഉം ഇത് 4ഉം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ചോദ്യം ഇതാ, പിടിച്ചോളൂ. ചോദ്യം എന്താന്ന് നോക്കോളൂ. What is the area of the shaded square? ഫെർമിൻ ജോസ്, ചോദ്യം ഒന്ന് വായിച്ചേ. പറ്റുന്നില്ല എന്ന് എനിക്കറിയാം. ഇപ്പൊ പറ്റും നോക്കി. 7. What is the area of square? ഷെയ്ഡഡ് സ്ക്വയർ. അതാണ് ആ ചോദ്യം എന്ന് വെച്ചാൽ. അതാണ് What is the area of the shaded square? ഇതിന്റെ മലയാളം ഇതാണ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വെറുതെ
വരട്ടെ, ഉത്തരം വരട്ടെ. എല്ലാം വന്നതൊക്കെ തെറ്റാണ് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ദേവപ്രിയ, ഞാനിവിടെ കാണുന്ന ആൻസറിൽ ഒരെണ്ണം ശരി വന്നിട്ടുണ്ട്. ആ കുട്ടീനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിദാൻ, ഐഷ, മാനസ് ഇവരൊക്കെ ഉത്തരം റെഡിയാണ്. ആ പറഞ്ഞ കുട്ടികൾ ഒന്ന് പേര് പറഞ്ഞ. ഐഷ, അതുപോലെ ഐഷ, ഐഷ, നിദാൻ. ഓക്കെ, എത്ര മക്കൾക്ക് കിട്ടിയ പറയും? 27. 7 ശരി. 7 ഈസ് ദ റൈറ്റ് ആൻസർ. 7 ആണ്. എന്തുകൊണ്ടാണ് കിട്ടുന്ന അറിയുകൾ ഇവിടെ ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാ ശ്രദ്ധിച്ചു നോക്കോടെ. ഇതില് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, കണ്ടാൽ അറിയാലോ. മാത്രമല്ല ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിള് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും ശരി. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വശങ്ങളുടെ അളവുകൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒരു സംഗതി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവണം. ഇവിടെ ഏറ്റവും നീളം കൂടിയ വശമാണ് ഹൈപ്പോട്യൂസ്, അതായത് കർണം. ആ നീളം കൂടിയ വശത്തിനെ നിങ്ങൾ സ്ക്വയർ ചെയ്യുക. 4ന്റെ സ്ക്വയർ, അതും 16 ആണ്. പിന്നെ അടുത്ത നീളം കുറഞ്ഞത് ഇതാണ്, ബേസ് ആണ്. പാദം എന്ന് മലയാളത്തിൽ പറയും. ആ പാദത്തെ നിങ്ങൾ സ്ക്വയർ ചെയ്യുക. അത് 3ന്റെ സ്ക്വയർ ആയ 9 ആണ്. 16 9 മൈനസ് ചെയ്യുക. 16 9 മൈനസ് ചെയ്താൽ 7 ആണ്. അപ്പൊ ഇവിടെ ഒരു സൈഡ് കിട്ടുക 7 ആണ്. റൂട്ട് 7 ആയിരിക്കും. റൂട്ട് 7 ആണ് ഒരു സൈഡ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്കറിയാമല്ലോ, ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 5 ആണെങ്കിൽ അതിന്റെ ഏരിയ 5 × 5 ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഒരു സൈഡ് 15 ആണെങ്കിൽ അത് 15 × 15 ആണ്. അത് എത്രയാണ് മക്കളെ? ഉണ്ടെന്നില്ല, ചെയ്യുന്നുണ്ടെന്നില്ല. 225. അപ്പോൾ ചോദിച്ചത് ഒരു സൈഡ് 125 ആണെങ്കിൽ അതിന്റെ ഏരിയ 125 × 125 ആയിരിക്കും. അത് എത്രയാണ് മക്കളെ? 25. ഒരു സൈഡ് √7 ആണെങ്കിൽ അതിന്റെ ഏരിയ √7 × √7 സമം എത്രയായിരിക്കും മക്കളെ? 7. മനസ്സിലായവർക്ക് ഒന്നും പറയണ്ട, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയണം എന്ന് ആവശ്യപ്പെടാം. ഓക്കെ, ആരാണ് ഇതിൽ പറയാൻ തയ്യാറുള്ളത്? ഒന്നുകൂടി ഇത് പറഞ്ഞു കൊടുക്കാൻ ഈ കൂട്ടത്തിൽ ആർക്കുണ്ട് ധൈര്യം? ധൈര്യമുള്ള കുട്ടി മുന്നോട്ട്. പേരെന്താ? അതാൻ. അതാൻ, അതാൻ വീഡിയോ ഓൺ ചെയ്ത് പറയൂ. അതാൻ, ഇതില് സ്ക്വയർ തന്നു. സ്ക്വയറിനോടൊപ്പം ഒരു ട്രയാങ്കിൾ കൂടെ തന്നു. ട്രയാങ്കിളിന്റെ ബിഗ്ഗസ്റ്റ് സൈഡ് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നു. 4 സെന്റിമീറ്റർ ആണ്. അപ്പോ ആ 4ന്റെ സ്ക്വയർ എടുക്കാം. 4ന്റെ സ്ക്വയർ പറയുമ്പോൾ 16 കിട്ടും. പിന്നെ ബേസിന്റെ ലെങ്ത് ആയ 3 സെന്റിമീറ്റർ എടുക്കാം. 3 എടുത്തിട്ട് 3ന്റെ സ്ക്വയർ ചെയ്യാം. ഇതൊരു 9 കിട്ടും. അന്നേരം ഈ 16 നിന്നും 9 കുറയ്ക്കുമ്പോൾ 7 കിട്ടും. അന്നേരം അതാണ് ആ മൂന്നാമത്തെ സൈഡിന്റെ. അപ്പോ 7 പറയുമ്പോൾ അവിടെ √7 വേണം. അങ്ങനെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആയതുകൊണ്ട് √7 × √7 എന്നാ ചെയ്യാം. അന്നേരം സാർ നേരത്തെ പറഞ്ഞു റൂട്ടില് ഒരേ സംഖ്യകൾ വീണ്ടും വീണ്ടും വരുമ്പോ ഒരൊറ്റ സംഖ്യ എഴുതിയാൽ മതി. അപ്പൊ √7 × √7 = 7. യെസ്, മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഇത് പെട്ടെന്ന് മനസ്സിലാകാത്തതിന്റെ ഒരു കാരണം, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ചില കുട്ടികളേതോ മൈക്ക് ഓൺ ചെയ്തു.
പെട്ടെന്ന് മനസ്സിലാകാത്തതിന്റെ ഒരു കാരണം നിങ്ങൾക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ചില ക്ലാസ്സിൽ എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ വശങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ബേസ് 4 ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് 3 ലംബം 3 ആണെങ്കിൽ ഏറ്റവും നീളം കൂടിയ വശമായ ഹൈപ്പോട്ടന്യൂസ് കാണാൻ 4നെ സ്ക്വയർ ചെയ്യുന്നു 16, 3നെ സ്ക്വയർ ചെയ്യുന്നു 9. 16 9 കൂടി കൂട്ടിയാൽ കിട്ടുന്ന 25ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഇവിടെയുള്ള ഈ 5. ഇതിന് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്നാണ് പറയുക. പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ്. ഈ സംഖ്യകളെ നിങ്ങൾക്ക് ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ അതിന്റെ ട്രിപ്ലെറ്റ്സ് ഇങ്ങനെ കൂടി വരാം. അതൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ് പഠിക്കും. അപ്പൊ ഇവിടെ ഇത്തരം ചോദ്യത്തിൽ ഏത് 2 അളവുകൾ തന്നാലും മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഇനി വേറൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മത്സര പരീക്ഷയ്ക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ ഈ അളവുകൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പ വഴി സ്വീകരിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അളവ് തരുന്നു. നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കണം. ഇത് 24, അതായത് ബേസ് 24 ആൾട്ടിറ്റ്യൂഡ് 10 ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഹൈപ്പോട്ടന്യൂസ് ഏറ്റവും നീളം കൂടിയ വശം കർണം എന്നാണ് ഇത് മലയാളത്തിൽ പറയുക, എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ഫെർമിൻ ജോസഫ് തൊപ്പിയിൽ വെച്ചിട്ടുണ്ട് പോലീസുകാരുടെ. എന്ത് സങ്കടം അവനെയും കൊണ്ട് എന്തെല്ലോ ആക്കി വെച്ചിട്ടുണ്ട്. ആവൂലേ? കടക്കട്ടെ. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം 24നെ സ്ക്വയർ ചെയ്യുന്നു. 24 × 24 576. 10നെ സ്ക്വയർ ചെയ്യുന്നു, അത് 100 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 676ന്റെ സ്ക്വയർ റൂട്ടായ 26 ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. മത്സര പരീക്ഷയ്ക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞത്. അതിനാണ് കാർപ്പന്റേഴ്സ് മാത്സ്, ആശാരി കണക്ക് എന്നൊക്കെയാണ് പറയുക സാർ. നിങ്ങൾ ഈ കാണുന്ന ഈ അടിയിലുള്ള 24നെ ഈ 8 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യും. 24 divided by 8. What is 24 divided by 8? 3. 3 ആണ്. അവര് ഒരു 3 മതി, എല്ലാ 3 കൂടി ഒന്നിച്ച് വരണ്ട. 3യുടെ എണ്ണം കൂട്ടണ്ട. ഒരു 3, ഒരാൾ ഒരു 3 പറഞ്ഞാണ്. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബേസായ 24ൽ നിന്ന് കാണുന്നുണ്ടോ ഈ മക്കളെ? നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല, ഇങ്ങനെ മാറ്റി. ബേസായ 24ൽ നിന്ന് നിങ്ങൾ ഈ 3 അങ്ങോട്ട് മൈനസ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും മക്കളെ? 21. ആ 21ന്റെ കൂടെ ഈ ആൾട്ടിറ്റ്യൂഡായ 10ന്റെ പകുതി എടുക്കുക. 10ന്റെ പകുതി എത്രയാണ് മക്കളെ? 5. അപ്പോൾ 21ഉം 5 കൂടി കൂട്ടിയാൽ എത്രയാണ്? 26. ഇതാണ് നമ്മൾ ഉത്തരം. അങ്ങനെ കണ്ടുപിടിക്കാം എന്നൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ 2 അളവുകൾ തരാം. ആ അളവുകൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യാനാവോ നോക്കിയേ. ഈ ബേസ് 8 ആണ്. ആൾട്ടിറ്റ്യൂഡ് നിങ്ങൾക്ക് 6 തരും എന്ന് വിചാരിക്കുക. എങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 10. 10 പറഞ്ഞ് 9. 10. 10 ശരിയാണ്. ആദ്യം 10 പറഞ്ഞ കുട്ടിയുടെ പേരെന്തായിരുന്നു? ആദ്യം 10 പറഞ്ഞു. അപ്പൊ 10 ആണ് ശരി.
ഇത് ഞാൻ പറഞ്ഞ മാത്സ് വെച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ. 8നെ 8 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഹരിക്കുന്നു. ആശാരിമാരുടെ ഒരു കണക്ക് ഇങ്ങനെയാണ്. അവരെങ്ങനെ 8 കൊണ്ടൊക്കെ ഹരിച്ചിട്ടാണ് കാൽക്കുലേറ്ററുള്ള കണക്ക്. 8 divided by 8 is എത്രയാ? 8ൽ നിന്ന് 1 കുറയ്ക്കുന്നു. അത് എത്രയാ? 7. 7 പ്ലസ് പിന്നെ ഈ 6ന്റെ പകുതി എടുക്കുക 3. അത് 10. അങ്ങനെയും കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞത് മാത്രം. യെസ്, അടുത്ത ഒരു ചിത്രത്തിലേക്ക് പോകാം. അടുത്ത ചിത്രം മക്കൾ വേഗം വരച്ചോളൂ. എന്റെ കൂടെ തന്നെ വരച്ചോളൂ, വേഗം കഴിയും. ആരെല്ലോ ഒച്ചപ്പെടുത്തുന്നുണ്ട്. കോഹോസ്റ്റായ കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ അങ്ങ് മറന്നും പോകുന്നുണ്ട്. ആരാധ്യ തോന്നുന്നു ഇടക്കിടക്ക് ഇങ്ങനെ മൈക്ക് വേണ്ടി. ആരാധ്യ അല്ലല്ലേ? ഞാനല്ല. ഒരു സർക്കിൾ വരക്കാം. ആരാധ്യ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നതല്ലേ? മക്കൾ ചെയ്യേണ്ടത് ആ സർക്കിളിനെ ഞാൻ 2 തുല്യ ഭാഗമാക്കുക. പിന്നെ എനിക്ക് തോന്നി അത് 4 തുല്യ ഭാഗമാക്കണമെന്ന്. എനിക്ക് അങ്ങനെ തോന്നി, നിങ്ങൾക്കും തോന്നിക്കോളൂ. ഏകദേശം കറക്റ്റാന്നൊക്കെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല. ശരി, ദേവപ്രിയ വരച്ചു കഴിഞ്ഞ മോളെ? യെസ്, ദേവപ്രിയ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദേവപ്രിയ, ഇതിൽ നമ്മൾ ചെറിയ അളവെടുത്ത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, കൃത്യമായ അളവൊന്നും അല്ല. ഇവിടെ നിങ്ങോട്ട് ഒരു 3 സെന്റിമീറ്റർ വെറുതെയാണ് കാണിക്കുക. അവിടെ തടയാൻ കൊടുക്കുക. ദേവപ്രിയ കാണിച്ചെന്ന് എനിക്കറിയില്ല, ഉണ്ടാവൂലേ? ഇവിടെ നിങ്ങോട്ട് ഒരു 3 സെന്റിമീറ്റർ ഇതവിടെ വരാത്ത 3 സെന്റിമീറ്റർ. എന്താണ് ഓർക്ക് എന്തൊരു മടി? ഇയാളെ കുറിച്ച് നോക്കിട്ട് ഒരു 3 സെന്റിമീറ്റർ. ഇനി ദേവപ്രിയ, ഇവിടെ നിങ്ങോട്ട് ഒരു 4 സെന്റിമീറ്റർ എടുത്തിട്ട് വർഷമില്ല. എന്തോ പറ്റി? 4 അതിനൊരു ഭാരം കുറഞ്ഞു, പവർ കുറഞ്ഞു. അപ്പോൾ 3 ചെറിയ വസ്തു പറ്റിക്കട്ടെ, നോക്കട്ടെ. ഇനി നിപ്പൊന്ന് മാറ്റിക്കോട്ടെ. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവരും. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ. അപ്പൊ ശരി തരാം.
കേൾക്കാമോ മക്കളെ? കേൾക്കാം സാർ. അതിന്റെ ഇടയ്ക്ക് പെണ്ണൊന്ന് പണി മുടക്കിയ, അതുകൊണ്ടാണെന്നറിയില്ല. നമ്മുടെ പേന ചെറുങ്ങനൊന്ന് പണി മുടക്കി. ഈ മിഡിലുള്ളതിനെ നമുക്ക് ഓ എന്ന് മാർക്ക് ചെയ്യാം. പേന കുറച്ചു നേരം ഒന്ന് പണി മുടക്കി. ഇങ്ങനെ പണി മുടക്കലുണ്ടാവും നോക്കോളി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു വർക്കല് വേർത്തരും. ഞാൻ ഈ അടയാളപ്പെടുത്തി ഇവിടത്തും വരെയുള്ളത് 3 സെന്റിമീറ്ററും ഇങ്ങോട്ടുള്ളത് 4 സെന്റിമീറ്ററും ആണ്. ഇനി അടുത്ത ഞാൻ ചെയ്യുന്നത് പോലെ ഇവിടെ നീളത്തിന് ഇങ്ങനെ വരച്ചിട്ട് ഇത് ഇങ്ങോട്ട് താഴ്ത്തി എന്നും വിചാരിക്കുക. അപ്പൊ ഇത് 3 ആണ് നേരത്തെ പറഞ്ഞു, ഇത് 4 ആണെന്ന് പറഞ്ഞു. അതൊന്നുകൂടി ഞാൻ കാണിച്ചുതരാം. ഇവിടത്തേക്ക് താഴ്ത്തി ഇത് 3 സെന്റിമീറ്റർ ആണ്. അതായത് ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെ 3 ആണ്. ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെ 4 സെന്റിമീറ്ററുമാണ്. ഇനി അടുത്തതാണ് ഉപരിവശം. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കും. അപ്പൊ നിങ്ങളുടെ ചോദ്യം ഇതാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ വരച്ചിട്ടുണ്ടെങ്കിലാണ് ഇതിന്റെ ആൻസർ കിട്ടൂ എന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ തന്നെ വരച്ചു. ഇൻ ദിസ് ഫിഗർ O is the center. What is the radius? അതാണ് ആ ചോദ്യം ഒന്ന് വായിച്ചതാണ്. In this figure, O is the center. What is the radius? റേഡിയസ്. അപ്പൊ അതിന് മലയാളം പറയാം. ഈ ഒരു ചിത്രത്തിൽ അല്ലെ ഈ ഒരു വൃത്തത്തില് ഈ O എന്നതാണ് ഇതിന്റെ സെന്റർ. അതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടം വരെ ആണ് ഞാൻ അടയാളപ്പെടുത്തി 3 കൊടുത്തത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് അടയാളപ്പെടുത്തിയിട്ട് 4 കൊടുത്തത്. പിന്നെ ഇവിടെ ഒരു വര കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ, റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ, മട്ടത്രികോണമാണ് പരിഗണിക്കുന്നതെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്തിപ്പോൾ ഒരു മട്ടത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുള്ള ചോദ്യം, ഇത് ഈ വൃത്തത്തിന്റെ റേഡിയസ് നിങ്ങൾക്ക് അറിയാലോ, ഒരു വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഒരു വൃത്തത്തിന്റെ ഒരു സൈഡിലേക്ക് വരയ്ക്കുന്ന ഈ വരയുടെ പേരാണ് ആരം എന്ന്, അല്ലെങ്കിൽ റേഡിയസ്. ആരം, റേഡിയസ്. എങ്കിൽ ഈ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ എല്ലാവർക്കും വിളിച്ചു പറയാം. Seven. Three. Five. ശരി, നമുക്ക് നോക്കാം എത്രയാണെന്ന് റേഡിയസ്. നിങ്ങൾക്ക് ഈ ചിത്രം ഇങ്ങനെ വരച്ചത് കൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇങ്ങോട്ട് വരച്ചിരിക്കുന്ന ഈ വരയുണ്ടല്ലോ, ഏത് വര? ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നു. ആ വരച്ചിരിക്കുന്ന ആളെ നമുക്ക് കണ്ടെത്താമല്ലോ. കാരണം നമ്മുടെ കയ്യില് ഈ 4ഉം ഈ 3ഉം ഇല്ലേ? 4നെ സ്ക്വയർ ചെയ്യുന്നു 16, 3നെ സ്ക്വയർ ചെയ്യുന്നു 9, 2ഉം കൂടി കൂട്ടുന്നു 25, അതിന്റെ സ്ക്വയർ റൂട്ട് എഴുതുന്നു 5. അപ്പൊ എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഈ മട്ടത്രികോണത്തിന്റെ 2 സൈഡായ 3ഉം 4ഉം കിട്ടിയാൽ ഈ വലിയ നീളമുള്ള ഈ സൈഡ് 5 ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം.
ഇനി ഞാൻ പറയുന്നു, ഇത് ഒരു ചതുരമായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളോ ഒരു സ്ക്വയർ ആയിട്ടോ എന്തുവാണ് നിങ്ങൾ പരിഗണിച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന വരയെ, അതായത് ഒരു റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്ന് പോകുന്ന ലൈനിന് നിങ്ങൾ ഒരു പേര് പഠിച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ വികർണം എന്ന് പറയും, ഇംഗ്ലീഷിൽ ഡയഗണൽ എന്ന് പറയും. ഒരു ക്വാഡ്രിലേറ്ററിന് നിങ്ങൾക്ക് 2 ഡയഗണൽ വരയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഞാൻ ഈ വരച്ച വര 5 ആണെങ്കിൽ, ഇവിടുന്ന് എല്ലാവരും ഒരേ സ്ഥലത്ത് പറയൂ, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ വരയും എത്രയായിരിക്കും? 5 തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഈ പോയിന്റിലേക്കല്ലേ ഈ 5 പോയത്? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എവിടത്തേക്ക് വരയ്ക്കുന്ന വരയും സെന്ററിൽ നിന്ന് എവിടത്തേക്ക് വരയ്ക്കുന്ന വരയും 5 തന്നെ ആവില്ലേ? അങ്ങനെയാണ് ആ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും മക്കളെ? ഒന്നിച്ച് പറയൂ. മനസ്സിലാക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ മാത്രം പറയൂ, മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ വിവരിച്ചു തരാം ഒന്നുകൂടി വേണമെങ്കിൽ. അപ്പോ മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. അപ്പോ അതുകൊണ്ട് ഇനി മനസ്സിലാകാത്തവർ പിന്നീട് ചോദിക്കാം. ഇതാ വരുന്നു അടുത്ത ചോദ്യം. ഇതും നല്ല രസമുള്ള ചോദ്യമാണ്. എന്ത് രസമുള്ള ചോദ്യം അറിയത്. വരച്ചോളൂ, എല്ലാവരും ഒരു സർക്കിൾ വരച്ചു. ദേവപ്രിയ വരച്ചോ അവളെ? അവള് വരച്ചു തോന്നുന്നു. വീണ്ടും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെന്റർ ആണ് അടയാളപ്പെടുത്തി വെച്ച്. സെന്റർ എപ്പോഴും O എന്ന അക്ഷരം കൊണ്ടാണ് കൊടുക്കാറ്. അടയാളപ്പെടുത്തി വീണ്ടും അതിന് പേര് കൊടുത്തോ? കൊടുത്തു. ഇതെന്താ സംഭവം നോക്കട്ടെ. ഈ Oയിൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചാണ്. Oയിൽ നിന്ന് ഇങ്ങോട്ടും ഒരു വര വരച്ചു. ഈ വരയ്ക്ക് എന്താ മോളെ പേര്? പേരറിഞ്ഞുണ്ടെങ്കിൽ പറയണ്ട. ആർക്കും അറിയാം ഈ വരക്കുള്ള പേരെന്താ? റേഡിയസ് അല്ലേ എന്നാണ്. റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ A എന്നും പേര് കൊടുത്തു, ഇവിടെ ഞാൻ B എന്നും പേര് കൊടുത്തു. തീർന്നില്ല, വീണ്ടും ഞാൻ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ അധ്വാനിപ്പിക്കുകയാണ്. നോക്കിക്കോളെ, ഈ Aയിൽ നിന്ന് Bയിലേക്ക് ഒരു വര ഞാൻ വീണ്ടും വരച്ചു. ഒരർത്ഥം എനിക്ക് 2 അളവും തരാം, വെറുതെ അല്ല, അളവൊക്കെ തരാം. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി നടയിൽ വെച്ച. ഇനി ചോദ്യം പിടിച്ചോളെ. The figure shows a circle of radius 3 centimeter. What is the length of AB? Permin Jose. ആ ചോദ്യം ഒന്ന് വെച്ച്. The figure shows circle of radius 3 centimeter. What is the length of AB? നമ്മൾ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ സ്പെല്ലിംഗ് എന്നല്ലേ അവരടിച്ചു വന്നത്. The figure shows എന്നാണ്. Circle of radius centimeter. What is the length of AB എന്നാണ് ചോദ്യം. അതിന് ഇവിടെ ഒരു 60 ഡിഗ്രി തരികയും ചെയ്തു. പറയൂ മക്കളെ, എത്രയാണ് ആൻസർ? 3. അത് 3 തന്നെ ആയിരിക്കും. അത് 3 തന്നെ ആയിരിക്കും, ഒരു സംശയവും ഇല്ല. കാരണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ഇതിന്റെ റേഡിയസ് ആണല്ലോ ചോദിച്ചത്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിന്റെ റേഡിയസ് റേഡിയസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 3 എന്ന് പറഞ്ഞാൽ ഇത് 3 ആണെന്ന് നിങ്ങൾ തന്നു കഴിഞ്ഞു.
ഇതൊക്കെ 3, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വരെയൊക്കെ 3, ഇത് 3ആണ്. അപ്പൊ ഇത് രണ്ടും 3 ആകുമ്പോൾ ഈ ഒരു സംഭവം 60 ഡിഗ്രി കൊടുക്കുകയും ചെയ്തിരിക്കല്ലേ. നിങ്ങൾക്കറിയാമല്ലോ 3ഉം 60 ഡിഗ്രി വരുന്ന ട്രയാങ്കിളിന് ഒരു പേര്. ഇക്വിലേറ്ററൽ അപ്പൊ ഞാൻ എന്റെ ചോദ്യം അതാനാ മറുപടി പറയേണ്ടത്. അതാനെ, ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ 3 ഇത് 3 എന്ന് പറഞ്ഞപ്പോ ഇതെന്തുകൊണ്ടാ 3 ആകുന്നത്? കാരണം ഇക്വിലേറ്ററൽ ട്രയാങ്കിളില് 3 ആംഗിൾസ് തുല്യാണെങ്കിൽ 3 സൈഡ്സും തുല്യാവും. അല്ല മോനെ, ഇവിടെ ഒരു ആംഗിൾ അല്ലേ 60 തന്നിട്ടുള്ളൂ. ഈ ആംഗിൾ പിന്നെ എങ്ങനെ ആ ആംഗിൾ 60 അങ്ങ് തീരുമാനിച്ചത്? ഫെർമിൻ ജോസ്, എന്താണ് ഫെർമിൻ ജോസിന്റെ പറഞ്ഞത്? ട്രയാങ്കിൾ ആകുമ്പോ ഈ 2 സൈഡും നമുക്ക് 3 കിട്ടിയിട്ട് ഇതിവിടെ ഒരു 60 കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ 3 തന്നെയായിരിക്കും എന്ന് വളരെ സിമ്പിൾ ചോദ്യം വന്നിരിക്കുന്നത് കൊണ്ട് എന്റെ മോസിക്കാണ്. പോകാൻ നമുക്ക് അടുത്ത ചോദ്യം അടുത്തതാണ്. സമയമായോ? ഇല്ല, 10 കൂടി ഉണ്ട്. ഈ മദ്രസകളൊക്കെ പോകേണ്ട കുട്ടികൾക്ക് ലീവ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പോകാൻ തയ്യാറെടുക്കാം. പക്ഷെ അതേസമയത്ത് ഇതിന്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തരും. ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു കലണ്ടറിലെ 4 കള്ളികൾ. ഒരു കലണ്ടറിലെ അടുത്തടുത്ത കള്ളികളാണ്. നിങ്ങൾ ചുമ്മാടെ വരച്ചു വെച്ചോളൂ, ഞാനത് ഇങ്ങോട്ട് മാറ്റട്ടെ. വരച്ചു കഴിഞ്ഞാൽ കോഹോസ്റ്റിന് യെസ് എന്ന് പറയാം. In a calendar, a square of 4 numbers marked. If the sum of numbers is 56, what is the largest number? ഇതിലുള്ളത് പോലെ ഒന്നും വന്നിട്ടുണ്ടാവൂല. എന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കത് പറയാം. ആരാധ്യ, ആ ചോദ്യം ഒന്ന് വായിച്ചു. ആരാധ്യ ഒരിക്കലുണ്ട് വായിക്കുക. ദേവപ്രിയ, ചോദ്യം ഒന്ന് വായിച്ചേ. ആരാധ്യയുടെ സൗണ്ട് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ലേ? അവൾ ആടുന്ന് പറയാന്നല്ലാണ്ട് ഇങ്ങോട്ട് കേൾക്കണ്ടേ? യെസ്, In a calendar, a square of 4 numbers marked. If the sum of numbers is 56, what is the largest number? അതായത് ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ, ഒരു കലണ്ടറിൽ ഇങ്ങനെ അടുത്തടുത്ത് 4 നമ്പേഴ്സ് ഉണ്ടാവും. ആ 4 നമ്പേഴ്സിന്റെ സം 56 കൂട്ടിയാൽ 56. അത് ശരിയാണ്. What is the largest number? ഇവിടെയുള്ള വലുത് ഏതായിരുന്നു? പറഞ്ഞോളൂ എല്ലാവരും ഉത്തരം ഒന്നിച്ച്. എന്താരും ഉണ്ടെന്നില്ലേ? അയ്യോ, പോയോ? 4. എന്തായി പറയുന്നത്? 4 ആരാ പറഞ്ഞ? ആരാ 4 പറഞ്ഞ? ഓനെ കാണട്ടെ, എനിക്ക് എനിക്കൊന്നും ഓനെ കാണണം, ഓനെ കണ്ടേ മതിയാവും. 4 പറഞ്ഞാൽ ആരാ? പേര് പറഞ്ഞ പേടിക്കണ്ട, 4 പറഞ്ഞ ആരാ? പറഞ്ഞോളൂ, ശരിയാവാൻ സാധ്യതയുണ്ട്. പറയും, 4 പറഞ്ഞവൻ ആരാ? ഞാനാ. 4 ആര്? പേരില്ലേ? അശ്വിൻ. അശ്വിൻ ഏത് സ്കൂളാ? ചുണ്ടത്തുമ്പോയില്. എവിടെയാ സ്ഥലം? ഏത് ജില്ലയാ? കോഴിക്കോട്. എവിടെ? സ്കൂളിന്റെ പേരൊന്നുകൂടി പറയൂ. ചുണ്ടത്തുമ്പോല മരഞ്ചാട്ടി. മേരിഗിരി. അശ്വിനെ ഇങ്ങോട്ട് വയ്ക്കുക.
അശ്വിൻ പറഞ്ഞത് ഇവിടെ എഴുതിയത് 4 ആണെന്നാണ്. അശ്വിൻ ഇപ്പൊ ഞാൻ പൊട്ടിച്ചെറിയിക്കോ 4 ഇവിടെ എഴുതിയാൽ ഇന്ന് 4 തീയതിയാണ്. അതൊക്കെ മൈക്ക് വീട്ടില് ഇന്ന് 4 തീയതിയാണെങ്കിൽ ഇന്നലെ 3 ആയിരിക്കുമല്ലോ. പിന്നെ ഇവിടെ എന്തും നടക്കുക ഇതെല്ലാം ഒരു കണ്ടത് 7 കുറയ്ക്കണ്ടേ, പിന്നെ 7 കുറയ്ക്കണ്ടേ. അപ്പോൾ അതൊന്നല്ല. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? 25. എല്ലാ 16ക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞല്ലേ എഴുതി വെക്കാം. ഇവിടെ 16 ഞാൻ എഴുതി, നിങ്ങൾ കൊണ്ടുള്ള ഉത്തരം ഞാൻ പറയിപ്പിക്കുക. ഇവിടെ 16 എഴുതി. ഇന്ന് 16, ഇന്നലെ 15, ഇന്നലെ 15 ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച കലണ്ടറില്ല. ഇവിടെ 8 ഉണ്ടാവും, ഇവിടെ 9 ഉണ്ടാവും. ഇത് കൂട്ടിയാൽ 56 കിട്ടുമെങ്കിൽ നിങ്ങൾ പറയുന്ന ഓക്കെയാണ്. കിട്ടുമോ ഫെർമിൻ ജോസ്? ഇത് കൂട്ടിയാൽ 56 14 എന്റെ ചോദ്യത്തിന് മറുപടി പറയട്ടോ. ഇത് കൂട്ടിയാൽ 56 കിട്ടുമോ? 38. ഇത് കൂട്ടിയാൽ 56 കിട്ടുമെന്ന് എന്റെ ചോദ്യം. കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ മാർഗം നോക്കോളൂ. ഇത് എവിടെ നോക്കോളൂ. നിങ്ങൾ ഇത് കണ്ടുപിടിക്കുന്ന മാർഗം നോക്കും. നിങ്ങൾ ഇതിങ്ങനെ വേറെ ഇങ്ങോട്ട് നോക്കോ. ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം, ഇതില് ക്രസന്റ് വാണിമേലുള്ള കുട്ടികളുണ്ടോ? ഇല്ല. അതായത് കുട്ടികൾ പറഞ്ഞാൻ തോന്നുന്നു. ശരി, ഈ 56-നെ മക്കൾ 4 കള്ളിയല്ലേ ഉള്ളത്, 4 കൊണ്ട് ഒറ്റ ഡിവൈഡ് ചെയ്യൽ 14 കിട്ടും. പക്ഷെ 16 വലുതല്ല. 16 അല്ല, 14 അല്ലേ? എത്രയാണ്? 14. ഓക്കെ, 14 14. ആ 14 ചെറുതാന്ന് എനിക്കറിയാം. പക്ഷെ അതടക്കരുത്. ഈ 14ന്റെ കൂടെ 4 കൂട്ടിയാൽ എത്രയാണ്? 18. അപ്പൊ ഒന്നുകൂടി പറയാം എന്തൊക്കെയാ സംഭവിച്ചെന്ന് നോക്കിക്കോളൂ. ഈ 56-നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 56-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 14 കിട്ടി. ആ 14ന്റെ കൂടെ 4 കൂട്ടിയാൽ നിങ്ങൾക്ക് വലുത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് 18 കിട്ടും. ഇപ്പൊ റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. 18 കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലെ 17. അപ്പൊ ഇവിടെ ഞാൻ എന്ത് എഴുതണം? ഏറ്റവും ചെറുത് 10, അടുത്തതോ 11. ഇത് കൂട്ടിയൊക്കെ എത്ര ഉണ്ടാവുന്നു? അപ്പൊ വലുത് 18 ചെറുത് 12ലേക്ക് വന്നു. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കിക്കോട്ടെ. നിങ്ങൾക്ക് ഇത് അറിയാവുന്ന വിചാരിക്കും. അടുത്തൊരു ചോദ്യം. ഒരു കലണ്ടറിൽ 4 കള്ളിയുണ്ട്. 4 കള്ളി എടുത്തിട്ട് അത് 4 കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 44 കിട്ടി. ഈ ചെറുത് ഏതായിരിക്കും? ഉടനെ നിങ്ങൾ 44-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 44-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11. പക്ഷെ ചെറുത് കണ്ടുപിടിക്കാൻ 4 കുറയ്ക്കണോ വേണ്ടേ? 6. ബർമിൻ ജോസ്, ചെറുത് കണ്ടുപിടിക്കാൻ 4 കുറയ്ക്കണോ വേണ്ടയോ? 15. കുറയ്ക്കണം. 15. ഇവിടെ 4 കിട്ടി. ഇനി 4 കുറച്ച് എത്ര കിട്ടും? 11 4 കുറച്ച് എത്രയാണ്? 7. ചോദിക്കണ്ട, പൊരിക്കാൻ. ബർമിൻ ജോസ് ആണ് അന്ന് പൊരിക്കുന്നത്. 11 4 കുറച്ചാൽ 7 ആയിരിക്കും ചെറുത്. ഇന്ന് 7
നാളെ 8, ഇന്ന് 7, അടുത്ത ആഴ്ച 14, തൊട്ടടുത്ത ദിവസം 15. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 4 -4 ചെയ്താൽ ചെറുത് കിട്ടും, +4 ചെയ്താൽ വലുത് കിട്ടും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ പറയാം. നിങ്ങൾക്ക് 9 കള്ളിയിലെ കാര്യമാണ് തരുന്നതെങ്കിൽ അങ്ങനെയും വരാമല്ലോ. കലണ്ടറായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചോദ്യം വരാം. ഇതെന്ത് കലണ്ടറയും വെച്ച് 9 അങ്ങനെ 3 തുല്യ ഭാഗമായിക്കോളൂ. 1, 2, 3. 1, 2, 3. എല്ലാരും പറഞ്ഞ ഉത്തരം ഇത് 9 എന്നാണ്. കലണ്ടറാണ്, അടുത്തടുത്ത കള്ളിയാണ്. ഇതെല്ലാം കൂടിയും കൂട്ടിയപ്പോ എനിക്ക് 99 കിട്ടി. എങ്കിൽ ചെറുതേത് വലുതേത് അല്ല എല്ലാം ഏത്? ഉടനെ നിങ്ങൾ 9 ഉണ്ടെങ്കിൽ 9 കൊണ്ട് ഹരിക്കുക. 59 ഡിവൈഡഡ് ബൈ 9 എത്രയാണ്? 11. ഓ ഹോസ്റ്റ് കൊണ്ടുവന്നില്ല. നിങ്ങൾ എഴുതേണ്ടത് മിഡിലായിരുന്നു 10. ഇനി ഒരു സന്തോഷ വാർത്ത, ഒരു കലണ്ടറിൽ ഒരു നമ്പർ അറിഞ്ഞാൽ ബാക്കി എല്ലാ നമ്പറും നമ്മളെ തേടി വരും. ആയിക്കോട്ടെ, ഇന്ന് 11, ഇന്നലെ 10, നാളെ 12, ഇന്നലെ 10 കഴിഞ്ഞ അതിന്റെ മുമ്പിലത്തെ ആഴ്ച 3, 4, 5, 12 കഴിഞ്ഞാ പിന്നെ ഇവിടെ 19, 18, 17. നിങ്ങൾ ഇതെല്ലാം കൂട്ടിയപ്പോ നിങ്ങൾക്ക് 99 കിട്ടും. ചെറുത് കണ്ടുപിടിച്ചു, വലുതും കണ്ടുപിടിച്ചു. അപ്പൊ ഒരു കലണ്ടറില് ഒരു ഡേറ്റ് കിട്ടിയ ബാക്കിയില്ല. ഇനി ചില കാര്യമൊക്കെ ഓർത്ത് വെച്ചോളൂ. കലണ്ടറില് ഒരു കലണ്ടറില് 1-ാം തീയതി 29-ാം തീയതിയും ഒരേ ദിവസമായിരിക്കും എന്ന് ഓർത്ത് വെച്ചോ. 1 29 ഒരേ ദിവസം. ആരും ഇല്ല. യെസ്. ഇനി അടുത്ത ഹോംവർക്ക് തന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്ന് നോക്കാം. ആ ഹോംവർക്കോടുകൂടി നമുക്ക് തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്നത്തെ ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിന് ആൻസർ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക. The product of 2-digit consecutive പോയി എല്ലാം പോട്ടെ. The product of 2 consecutive odd number is 89,999. What is their sum? ഓ, പാട്ട് നോക്കി എവിടെ വരുന്നത്. വാട്ട് ഈസ് ദെയർ സം അവരോട് ചോദിച്ചപ്പം അവർ തരുന്ന മറുപടി ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് ഇതിനൊന്ന് അന്ധമായിട്ട് വിശ്വസിക്കരുതെന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് വാട്ട് ഈസ് ദെയർ സം എന്നാണ്. ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ഇതാണ്. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഈസ് 89,999. മലയാളം ഇതാണ്. 2 അടുത്തടുത്ത ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 89,999 ആയ ആ ഒറ്റ സംഖ്യ തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ചെറിയൊരു വഴി ഞാൻ പറഞ്ഞു തരാം. എനിക്കിപ്പോൾ 19നെ 21 കൊണ്ട് ഗുണിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം 19ന്റെയും 21ന്റെയും നടുക്കുള്ള സംഖ്യ അത് 20 ആണ്. എനിക്ക് 20ന്റെ സ്ക്വയർ അറിയാം, 400 ആണ്. ഞാൻ ആ 400 ഒന്നങ്ങ് കുറച്ച് കളയും.
അപ്പോൾ എനിക്ക് 399 കിട്ടും. അവന് നിങ്ങൾക്ക് സാധിക്കും 29നെ 31 കൊണ്ട് ഗുണിച്ചാൽ എത്ര എന്നതിന്റെ മറുപടി പറയൂ. നിങ്ങൾ ആരാധ്യം ഉണ്ടെന്നില്ല. 30ന്റെ സ്ക്വയർ എടുക്കാം. 30ന്റെ സ്ക്വയർ ഞാൻ എടുക്കണ്ട, നിങ്ങൾക്ക് എടുത്താൽ പോരെ. എന്റെ കൊണ്ട് എടുപ്പിക്കുന്നത് 30ന്റെ സ്ക്വയർ എടുത്തു. എത്ര? 899. 30ന്റെ സ്ക്വയറോ? 900. 900. ആ, അതിൽ നിന്ന് ഒന്നാം കുറയ്ക്കുക. അതാണ് ആ കുട്ടി പറഞ്ഞത് 899 എന്ന്. മനസ്സിലായി? അപ്പൊ ഇവിടെ എന്തോ ചെയ്താൽ കിട്ടും. അപ്പൊ നിങ്ങളോട് ചോദിക്കുക വേറെ സംഗതിയുണ്ട്. അതെന്ത് രസം അറിയും ചോദ്യത്തിന്റെ എന്ത് രസം ഇത് നിങ്ങളെ നേരത്തെ 19ഉം 24 പോയിണ്ടാവും. ഈ 19ഉം 21 കൂടി കൂട്ടിയാൽ എത്ര എന്നാ ചോദ്യം. ഇങ്ങനത്തെ ചോദ്യം 19 21 കൂട്ടിയാലുള്ള എളുപ്പമാർഗം ഇതിന്റെ നടുക്കുള്ള ഒരാളുണ്ട്. അതായത് ഇത് നടുക്കുള്ള ആള് ആരാധ്യം കിട്ടുന്നില്ല. 20. ആ 20ന്റെ ഇരട്ടി ആയിരിക്കും. 20ന്റെ ഇരട്ടി എത്ര ആരാധ്യ? 40. നിങ്ങളോട് 29 31 കൂട്ടിയാൽ എത്ര എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടണ്ട. അതിന്റെ നടുക്കൊരാളുണ്ട്, ഒരു ഇരട്ട സംഖ്യ. അത് ആരാണത്? 30 നടുക്കുള്ള ആളെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? 30. 29ന്റെ 31ന്റെ ഇടക്കുള്ള ആ സംഖ്യ ഏതാന്ന് അറിഞ്ഞൂടാ? ആരാധ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് പറഞ്ഞോടി. 30. 30ന്റെ ഇരട്ടി എത്രയാ? 60. ഉണ്ടോ? ഈ വരുന്നില്ല. അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടോ നിങ്ങൾ എത്താൻ? അതേപോലെ ഒരു ചോദ്യമായി തന്നത്. The product of two consecutive odd number is 89,999. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിന്റെ കൂടെ 1 കൂട്ടുക. ഈ തന്നിരിക്കുന്ന സംഖ്യന്റെ കൂടെ 1 കൂട്ടുക. ഇതൊക്കെ വായിച്ചെടുക്കും. ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ കൂടെ 1 കൂട്ടുക. എന്നിട്ടോ 1 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം അതിന്റെ സ്ക്വയർ റൂട്ട് കിട്ടും. ആ സ്ക്വയർ റൂട്ട് കിട്ടിയതിന്റെ ഇരട്ടിയും കിട്ടാം. ഇത്രയും ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. എന്താണ് അടുത്ത ചോദ്യം? ചോദ്യം എഴുതിക്കോ. അടുത്ത കൊടുത്തിരിക്കുമ്പോ ഒരു ചോദ്യം കൂടി തരാം. അതാ സുഖം. കഴിഞ്ഞ ഹോംവർക്ക് തന്നത് ചർച്ച ചെയ്യണമെന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് സുഖമായിരുന്നു. The sum of the digits of a two-digit number added to the product of digits gives the original number again. What is the digit in the ones place of that number? Co-host കുട്ടിയെ ചോദ്യം ഒന്ന് വായിച്ചു. ഇംഗ്ലീഷ് മീഡിയം. The sum of digits of digit number added to the product of the digits gives original number again. ഞാൻ ഒന്നുകൂടി വായിക്കാം മക്കളെ, ശ്രദ്ധിച്ചോളൂ. മൈക്ക് മ്യൂട്ട് ചെയ്തോളെ. ഇതാണ് ചോദ്യം. The sum of the digits of a two-digit number added to the product of its digits gives the original number again. What is the digit in the ones place of that number? ഇനി അതിന്റെ മലയാളം ആയിരിക്കും. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും അക്കങ്ങളുടെ ഗുണനഫലവും തമ്മിൽ കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യ തന്നെ ലഭിക്കുന്നു. സ്പീഡ് കൂടിപ്പോയിക്കണ്ടേ പറയാം, ഒന്നുകൂടി സാവകാശം പറയാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു മലയാളം മീഡിയം കുട്ടി ഞാൻ പറയുന്നൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി. ആ പറയുന്ന കുട്ടിയുടെ പേര്, മലയാളം മീഡിയം കുട്ടിയുടെ പേര് പറ. ചോദ്യം ഞാൻ പറയും, ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ ആരാണ്? പേര് പറ. ഞാൻ എന്നത് ആരാക്കും? ആരാണാ പോയി? ഞാൻ മനോജ്. ആ മനോജ് കേട്ടോളി. മനോജല്ല, സായൂജ്. എവിടെയാ സ്ഥലം? വടകര. വടകര ഏത് സ്കൂളാണ്? ചോറോട്.
ചോറോടുള്ള സായുജ്യം കേട്ടോളി. മലയാളം മീഡിയ ആ എന്നാ ഞാൻ മോൻ പറയുന്ന ഞാൻ പറയുന്ന മോനെ ഏറ്റു പറഞ്ഞോളെ. ആ രണ്ട് സംഖ്യകളുടെ ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുകയും അക്കങ്ങളുടെ ഗുണനഫലവും തമ്മിൽ കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യയുടെ ആ രണ്ടക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? അതാണ്. ഇനി ഇത് ക്ലിയർ ആണെങ്കിൽ ഞാൻ ചെറിയൊരു രണ്ടക്ക സംഖ്യ എടുത്ത് ചെയ്ത് കാണിച്ചു തരാം. നോക്കോളെ. പക്ഷെ അത് കിട്ടണമെന്നില്ല. നോക്കോളെ. 23 അല്ലെങ്കിൽ 28 ഒരു രണ്ടക്ക സംഖ്യയാണ്. ഇവ തമ്മിൽ കൂട്ടിയപ്പോൾ 2ഉം 8ഉം കൂട്ടിയപ്പോൾ 10 കിട്ടി. ഇനി ഇവർ പറയുന്നത് 2നെ 8 കൊണ്ട് ഗുണിച്ചു എന്നാണ്. അപ്പൊ ഗുണിച്ചപ്പോ 16 കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഈ പറഞ്ഞിരിക്കുന്ന 28ലേക്ക് നിങ്ങൾ തിരിച്ചു വരുമോ എന്നാണ് ചോദ്യം. വരില്ല എന്ന് എനിക്കറിയാം. ഇത് രണ്ടും കൂടി കൂട്ടിയ 26 അപ്പൊ ഇവര് പറയുന്ന കാര്യം എന്താണെന്നാൽ ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും ആ അക്കങ്ങളുടെ ഗുണനഫലവും കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യ തന്നെ ലഭിക്കണമെങ്കിൽ ആ രണ്ടക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അല്ലെങ്കിൽ വൺസ് പ്ലേസ് ഒരു ഡിജിറ്റ് ആയിരിക്കണം. ആരാണ് ആ ഡിജിറ്റ് എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വിജയം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.